Hi everyone, welcome back to Wisdom Academy classes. So, നമ്മൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ 3 മാർക്ക് സെഷനിലേക്ക് കടക്കുകയാണ്. MCQും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സർക്കിൾസ് ചാപ്റ്റർ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളുടെ ടെക്സ്റ്റിലത്തെ കാര്യങ്ങൾ തന്നെ ആപ്ലിക്കേഷൻ ലെവലായിട്ട് ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ സർക്കിൾസ് ചാപ്റ്റർ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്റർ ആണ്. അതിപ്പോൾ ഈ 10th നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുള്ളൂ എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. ബിക്കോസ് നമ്മളുടെ റിയൽ നമ്പേഴ്സിൽ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേമാതിരി തന്നെ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ മിസ്സിംഗ് ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പ്രോബബിലിറ്റിയിൽ കാർഡ്സിന്റെ ക്വസ്റ്റ്യൻസ്, ഡൈസിന്റെ ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അതേമാതിരി തന്നെ നമ്മളുടെ ലീനിയർ ഇക്വേഷൻസിൽ കൺസിസ്റ്റൻസി ചെക്ക്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നേച്ചർ ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കുന്ന ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ അതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. പിന്നെ കോർഡിനേറ്റ് ജോമെട്രിയിൽ ഇക്വിഡിസ്റ്റന്റ് പോയിന്റ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ എപ്പോഴും ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാരലലോഗ്രത്തിന്റെ വെർട്ടീസസ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഇത് 3 പോയിന്റ്സ് തന്നിട്ട് അത് ട്രയാങ്കിൾ ഫോം ചെയ്യോ, അല്ലെങ്കിൽ 4 പോയിന്റ്സ് തന്ന റെക്ടാങ്കിളുടെ പോയിന്റ്സ് ആണോ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ തന്നെ അറിയാം. അതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഏതൊരു ചാപ്റ്റർ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതെന്നൊന്ന് നോക്കുക. അത് ആദ്യം പഠിക്കുക. അതിനുശേഷം മാത്രം ആഡ് ഓൺ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് അറിയാലോ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം CBSE പാറ്റേൺ കുറച്ച് വ്യത്യാസമായിട്ടാണ് ചോദിച്ചത്. അപ്പൊ പാറ്റേൺ വ്യത്യാസമായി ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാ ക്വസ്റ്റ്യൻസും ഒരിക്കലും പാറ്റേൺ മാറ്റി അവർ ചോദിക്കില്ല. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ലെസൺ എടുക്കുമ്പോഴും നിങ്ങൾ തന്നെ പിക്ക് ഔട്ട് ചെയ്യുക. അതിൽ ഏത് ടോപ്പിക് ആണ് അല്ലെങ്കിൽ ഏത് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വരുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ നോക്കുക. അത് ആദ്യം പഠിച്ചു വെക്കുക. അതിനുശേഷം മാത്രം ഈ പാറ്റേൺ മാറി വരുന്ന ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ അത് ഏത് ചാപ്റ്റേഴ്സിൽ നിന്നാണെന്നുള്ളത് ആദ്യം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ ചാപ്റ്റേഴ്സ് മാത്രം ഒന്ന് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഡെപ്തിൽ എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ടത്. ഇപ്പോഴത്തെ പ്രിപ്പറേഷൻസ് അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് ആദ്യം മുതലേ ഒന്നീന്ന് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പൊ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കണം. ഓക്കെ. അതേമാതിരി തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. പിന്നെ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം വെച്ചിട്ട് അറ്റൻഡ് ചെയ്യണം. ബിക്കോസ് നമുക്ക് മാത്സിന് ഏറ്റവും കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് സമയത്തിന് എക്സാം എഴുതി തീരുന്നില്ല എന്നുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി പഠിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ. ചിലപ്പോൾ നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും എഴുതി പഠിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളുടെ ശീലം എന്താ, ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 10 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇപ്പൊ ഇത്രയും നാൾ ശീലിച്ചിട്ടുള്ളത് അല്ലെ. ആ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 10 മിനിറ്റ് നമ്മൾ അവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതി തീർക്കാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു ഫിക്സഡ് ടൈം ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു അലാം ക്ലോക്കോ എന്തെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്ര സമയം ഇന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ, അല്ലെങ്കിൽ പാർട്ട് A ചെയ്യാൻ ഇത്ര സമയം, പാർട്ട് B ചെയ്യാൻ ഇത്ര സമയം, പാർട്ട് C ചെയ്യാൻ ഇത്ര സമയം, അങ്ങനെ സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയേ. അപ്പൊ നിങ്ങളുടെ എവിടെ തെറ്റ് വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യാം. അത് റെക്ടിഫൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫർദർ പഠിക്കുക കേട്ടോ. അല്ലാണ്ട് നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് വേണം എക്സാം ഹാളിലേക്ക് കയറാനായിട്ട്. അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുക ലാംഗ്വേജ് പേപ്പേഴ്സിലും കാര്യങ്ങളിലൊന്നുമല്ല, മാത്സിലും അതേമാതിരി തന്നെ സയൻസിലെ ഫിസിക്സ് പാർട്ടും കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 2ലാണ് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ പ്രിപ്പയർ ആയിരിക്കുക, എത്ര സമയത്തിനുള്ളിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡ് കൂട്ടണം, പ്രാക്ടീസ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ശരി. So this is our next 3 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ സെഷൻ ആണ് അല്ലെ. അപ്പൊ 3 മാർക്ക് സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതും നമുക്ക് നമ്മളുടെ ഇത് സർക്കിൾസ് ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പൊ ഇതൊരു പാറ്റേൺ മാറി വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് 2015 ചോദിച്ചിട്ടുള്ളതാണ്. കണ്ടോ, 2015 ചോദിച്ചത്
വീണ്ടും അവർക്ക് അത് പുതിയ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പിറകിലുള്ള ക്വസ്റ്റ്യൻ എടുത്ത് ഇവിടെ ഇട്ടത് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഇഫ് figure two tangents RQ and RQ and RP are drawn from an external point R to the circle with center O. If angle PRQ 120 degree ആണെന്ന് തന്നിട്ടുണ്ട്, then prove that OR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR-ന്റെയും RQ-ന്റെയും സമ്മാണെന്നുള്ളത്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും എവിടെയും കാണാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ അതാണ് ഒരു പാറ്റേൺ മാറി വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ കാരണം. ഇവിടെ നമ്മൾ എന്താണ് ഗിവൺ ആംഗിൾ PRQ ഈക്വൽ ടു 120 ഡിഗ്രി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? OR ഈക്വൽ ടു PR പ്ലസ് RQ എന്നാണ്. കൺസ്ട്രക്ഷൻ ജോയിൻ OP ആൻഡ് OQ. OPയും OQയും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചു. അത്രയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻസി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു 3 മാർക്കിലേക്കുള്ള കണ്ടന്റ് ആക്കണം അല്ലെ. അപ്പൊ 3 മാർക്കിലേക്കുള്ള കണ്ടന്റ് ആണ് നമ്മളിപ്പോൾ ആക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ OPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആണ്. ബിക്കോസ് എന്താണ്? OP എന്ന് പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ആണ്, RP എന്ന് പറഞ്ഞിട്ടുള്ളത് ടാൻജന്റ് ആണ്. അപ്പൊ ടാൻജന്റും റേഡിയസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. സോ ടാൻജൻസ് ആർ പെർപെൻഡിക്കുലർ ടു റേഡിയസ് അറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അപ്പൊ OPR 90 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാം. ബിക്കോസ് നമുക്ക് 3 മാർക്കിലേക്കുള്ള കണ്ടന്റ് ആക്കണം. അപ്പൊ ആ കണ്ടന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ എഴുതന്നെ വേണം. ബിക്കോസ് ഓരോ പോയിന്റിനാണ് മാർക്ക് വരുന്നത്. മാത്സിൽ ഓരോ പോയിന്റിനാണ് മാർക്ക് വരുന്നത്. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സോ we are going to consider triangle OPR and triangle OQR. OR is equal to OR common ആണ്, and RP is equal to RQ. Tangents from external point are equal. Also ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ Q ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ വീണ്ടും നമ്മളത് റിപ്പീറ്റേഷൻ ചെയ്യുന്നല്ലോ. എന്താണ് റീസൺ എന്നുള്ളത് എഴുതുക. ടാൻജൻസ് ആർ പെർപെൻഡിക്കുലർ. ടാൻജൻസ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ആ ഒരു റീസണും കൂടെ എഴുതാം. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ ഇപ്പൊ എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. ഇവിടെ RHS ക്രൈറ്റീരിയൻ ആണ്. ബിക്കോസ് നമ്മൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ് by RHS criteria. Okay, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ we can write it as angle ORP is equal to angle ORQ. CPCT കണ്ടീഷൻ ആയിട്ട് എന്താ എഴുതാനായിട്ട് പറ്റും? ഈ രണ്ട് ആംഗിളും എന്താണ് എഴുതാനായിട്ട് പറ്റും? ഈക്വൽ ആണെന്ന് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ORPയും ORQയും that is ORP is equal to ORQ is equal to നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ആംഗിൾ PRQ എന്ന് എഴുതാം അല്ലെ. ഫുൾ ആംഗിളിന്റെ കൃത്യം ഹാഫ് ആണെന്ന് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 120 ഇറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അതായത് ഈ രണ്ട് ആംഗിൾ നമുക്ക് ഇപ്പൊ എന്താന്ന് കിട്ടി? 60 ഡിഗ്രി ഈച്ച് ആണെന്ന് കിട്ടി. ഇതിപ്പോ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഇത്രയും ഡെപ്തിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഡയറക്ട്ലി നിങ്ങൾക്ക് എന്താ എഴുതാനായിട്ട് പറ്റും? ആംഗിൾ ORP ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ PRQ എന്ന് പറഞ്ഞ് ഡയറക്ട്ലി എഴുതാനായിട്ട് പറ്റും. ഇതിപ്പോ 3 മാർക്കിന്റെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതുന്നത്. So this is 60, this is 90. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൽ ദാറ്റ് ഈസ് ഈ അപ്പർ പോർഷനിലെ ട്രയാങ്കിളിൽ നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ OPR കേട്ടോ, ഇൻ ട്രയാങ്കിൾ OPR ആംഗിൾ POR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 180 മൈനസ് ആംഗിൾ OPR പ്ലസ് ആംഗിൾ PRO അല്ലെ. ഈ രണ്ട് ആംഗിൾസ് 180 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡെഡ്യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് 180 മൈനസ് 90 പ്ലസ് 60. 90 പ്ലസ് 60 എത്രയാണ്? 150 ആണ്. ദാറ്റ് ഈസ് 180 മൈനസ് 150 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അതായത് ഈ ആംഗിൾ ഇപ്പൊ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അത്രയും കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ട്രയാങ്കിളിൽ നമ്മളുടെ എന്താണ് എടുക്കാൻ പോകുന്നത്? ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ ആംഗിൾ കിട്ടി, ഈ ആംഗിൾ കിട്ടി, ഈ ആംഗിൾ കിട്ടി. നെക്സ്റ്റ് ഇൻ ട്രയാങ്കിൾ OPR. OPRൽ തന്നെ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ
സൈൻ 30 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ആർ ആണ്. സൈൻ 30 എത്രയാണ്? 1/2 ആണ്. ദാറ്റ് ഇസ് 1/2 ഇസ് ഈക്വൽ ടു ആർ പി ബൈ ഒ ആർ ഓർ 2RP ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഒ ആർ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇവിടെ ഒ ആർ എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ് വേണം, അതേമാതിരി തന്നെ ആർ പി എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ സെയിം സാധനം തന്നെ താഴത്തെ ട്രയാങ്കിൾ എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോ മുകളിലത്തെ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ആർ പി പ്ലസ് ആർ പി ആണ് എന്ത് വരുന്നത്? 2RP വരുന്നത് അല്ലെ? ആർ പി പ്ലസ് ആർ പി ആണ് 2RP. വി ആൾസോ നോ ദാറ്റ് ആർ പി ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ക്യു ആണ് അല്ലെ? ഒരു ആർ പിനെ നമ്മൾ എന്താക്കി റെപ്രസെന്റ് ചെയ്തു? ആർ ക്യു എന്ന് റെപ്രസെന്റ് ചെയ്തു. സിൻസ് എന്താണ്? ആർ പി ഈക്വൽ ടു ആർ ക്യു. ആർ പിയും ആർ ക്യൂയും ഈക്വൽ ആയത് കാരണം നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഒരു ആർ പിനെ റീപ്ലേസ് ചെയ്ത് ആർ ക്യു എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആർ പി പ്ലസ് ആർ ക്യു ഈക്വൽ ടു ഒ ആർ. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഹെൻസ് പ്രൂവ്ഡ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ മാറി വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതേ രീതിയിൽ ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻസി പ്രൂവ് ചെയ്തു, ഓരോ ആംഗിൾ കണ്ടുപിടിച്ചു, ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു, അതിനുശേഷം എന്ത് ചെയ്തു? ട്രിഗണോമെട്രിക് റേഷ്യോ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ 3 മാർക്കിൽ ചോദിച്ചിട്ടുള്ളത് നമ്മളുടെ എക്സാമ്പിൾ നമ്പർ 3 ആണ് കേട്ടോ. എക്സാമ്പിൾ നമ്പർ 3 ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നന്നായി പഠിച്ചു വെക്കാം. അതേമാതിരി തന്നെ നമ്മൾ 2 മാർക്ക് സെഷനിൽ പഠിച്ചില്ലേ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ട്വൈസ് ദ ടാൻജന്റ് ലെങ്ത് എന്ന് പ്രൂവ് ചെയ്യുന്നത്. അത് 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റേഷൻ പറയുന്നില്ല. വേറെ പാറ്റേൺ മാറി വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്താൽ മതി. അല്ലാണ്ട് വീണ്ടും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ പാറ്റേൺ മാറി വന്ന അല്ലെങ്കിൽ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So this is our next 3 mark question. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് എപ്പോഴെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പീരിയോഡിക് എക്സാമിന് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കുക. ബിക്കോസ് ഇത് 2012-2014 ചോദിച്ചിട്ടുള്ളതാണ്. അതായത് കുറച്ചധികം പിറകിലോട്ട് പോയി ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോ പഠിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി അത് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ അവർ ടോപ്പിക്. നമ്മൾക്ക് പഠിച്ചിട്ടുള്ള തിയറംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് CBSEക്ക് ഇനിയും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഡിലീറ്റഡ് പോർഷനിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും ഇറ്റ് ഈസ് ആസ്ക്ഡ് ഫ്രം ഡിലീറ്റഡ് പോർഷൻ. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് രീതിയിൽ ഈ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദേ ക്യാൻ ക്ലെയിം, അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് all these are included in our portions. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അത് ആസ് സച്ച് ടെക്സ്റ്റിൽ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറംസ് ഒക്കെ എന്ത് തന്നെയാണ്, നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും, അതായത് ഇപ്പൊ റീസെന്റ് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ചോദിക്കില്ല എന്നുള്ള ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മളുടെ തന്നെ തീരുമാനം എടുത്ത് പഠിക്കരുത്. എന്തായാലും കുറച്ചും കൂടെ ഡെപ്തിലേക്ക് തന്നെ പഠിച്ചു പോവാം. നമ്മൾ ഡെപ്തിൽ പഠിച്ചു പോയാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനെങ്കിലും പറ്റും. നേരെ മറിച്ച് നമ്മൾ ബേസിക് രീതിയിലാണ് പഠിച്ചു പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലെവൽ കൂടി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് പഠിക്കും, മുകളിലേക്ക് കയറി പഠിക്കുക. അപ്പൊ പിന്നെ താഴെ പടിയിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ഇൻ ദ സെൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. നമ്മൾ കറക്റ്റ് പ്രൊസീജിയറിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു മിനിമം മാർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സർക്കിൾ വിത്ത് സെന്റേഴ്സ് X and Y. രണ്ട് സർക്കിൾസ് ഉണ്ട്, സെന്റേഴ്സ് X and Y ആണ്. ടച്ചസ് എക്സ്റ്റേണലി അറ്റ് P. രണ്ട് സർക്കിൾസും എന്ത് ചെയ്യാണ്? കൂട്ടിമുട്ടുന്നുണ്ട്. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് P എന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇഫ് ടാൻജൻസ് AT and BT meet the common tangent at T.
അതായത് ഇതിനാണ് കോമൺ ടാൻജന്റ് എന്ന് പറയുന്നത്. അതായത് ഇതിനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പി എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ അതാണ് ആക്ച്വലി ഇതിലത്തെ കോമൺ ടാൻജന്റ്. ആ കോമൺ ടാൻജന്റിനെ വേറെ ആ രണ്ട് സർക്കിളിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസ് എന്ത് ചെയ്യുന്നു? ടി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്രൂവ് ദാറ്റ് എ ടി ഇസ് ഈക്വൽ ടു ബി ടി. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു പ്രശ്നം തോന്നില്ല. ബിക്കോസ് നമുക്ക് എന്താണെന്ന് അറിയാം, ടാൻജൻസ് ഫ്രം an external point to a circle ആണ്. ഇവിടെ 2 ഡിഫറെന്റ് സർക്കിൾ ആണ്. കണ്ടോ, ടി എ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കിളിലേക്കും ടി ബി എന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ സർക്കിളിലേക്കുമാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഡയറക്ട്ലി ബൈ എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം വി ക്യാൻ റൈറ്റ് ദാറ്റ് ടി എ ഈക്വൽ ടു ടി ബി ബിക്കോസ് ടാൻജൻസ് ഫ്രം an external point to a circle are equal. ആ എ സർക്കിൾ നിങ്ങൾ അവിടെ നോട്ട് ചെയ്യില്ല. ബിക്കോസ് ടു എ സർക്കിൾ എന്നുള്ളതിൽ അത്ര റെലവൻസ് ഇല്ല അല്ലെ. നമ്മൾ പെട്ടെന്ന് എഴുതി പോകുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതി പോകും. പക്ഷെ ഇവിടെ എന്താണ്, 2 ഡിഫറെന്റ് സർക്കിൾ ആയതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ എഴുതാനായിട്ട് പാടില്ല കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഗിവൺ, ഇതൊരു 3 മാർക്ക് ആയതുകൊണ്ട് തന്നെ അത്രയും കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഗിവൺ 2 സർക്കിൾസ് വിത്ത് സെന്റർ എക്സ് ആൻഡ് വൈ, TA and TB are 2 tangents to these circles. നമുക്ക് ഇവിടെ എന്തൊക്കെ കാണുന്നോ അതൊക്കെ എന്താക്കി എഴുതുക, ഗിവൺ കണ്ടീഷൻ. എന്തൊക്കെ നമുക്ക് ഇവിടെ വായിച്ചിട്ട് തന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗിവൺ കണ്ടീഷൻ ആക്കി എഴുതുക. ടു പ്രൂവ് എന്താണ്, നമുക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ ഒന്നുമില്ല. സോ ടു പ്രൂവ് AT is equal to BT. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആദ്യം ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിൽ എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം എഴുതാം. സോ കൺസിഡർ സർക്കിൾ വിത്ത് സെന്റർ എക്സ്. എക്സ് സെന്റർ ഉള്ള സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് TA is equal to TP അല്ലെ. ടി എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 2 ടാൻജൻസ് ആണ് ടിഎയും ടിപിയും. എക്സ്റ്റേണൽ ടാൻജന്റ് തിയറമേ ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ, നിങ്ങൾ കംപ്ലീറ്റ് തിയറം എഴുതണം കേട്ടോ. അങ്ങനെ എഴുതരുത്, തിയറം വെറുതെ പേര് എഴുതി വെക്കരുത്. യു ഷുഡ് റൈറ്റ് ദ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്. ആൾസോ കൺസിഡർ സർക്കിൾ വിത്ത് സെന്റർ വൈ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്, 3 മാർക്കിനൊക്കെ വെറുതെ ചോദിച്ചു വെച്ചിരിക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. TB is equal to TP എന്ന് എഴുതാം അല്ലെ. അഗൈൻ TB equal to TP എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം തന്നെയാണ്. മാർക്കിംഗ് ദിസ് ആസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കോ, ഇക്വേഷൻ 1ന്റെയും ഇക്വേഷൻ 2ന്റെയും RHS എന്താണ്, ഈക്വൽ ആണ്. TP തന്നെയാണ്. LHS തമ്മിൽ ഇക്വേറ്റ് ചെയ്തൂടെ, ആ LHS അല്ലേ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, AT equal to BT. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So from equation 1 and 2 we get TA is equal to TB. Hence proof. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 3 മാർക്കിന് ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും കൂടെ അറ്റൻഡ് ചെയ്യാം. So this is our next 3 mark question. അപ്പോൾ അടുത്ത 3 mark question ആണ് ഇത്. In figure, a circle is inscribed in a circle, in a triangle ABC touching BC at P, AB, CA at P, Q and R respectively. If AB equal to 10 cm, AQ equal to 7 cm, CQ equal to 5 cm, find BC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്, ഇനി ഇത് ഫിഗർ തരാണ്ടേയും ചോദിക്കാം. അപ്പോൾ സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സർക്കിൾ ഉള്ളിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ക്വാഡ്രിലാറ്ററൽ സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ പുറത്തും സർക്കിൾ ഉള്ളിലും ആണെന്നുള്ളത്. നേരെ തിരിച്ച് വരയ്ക്കരുത് ഒരിക്കലും. സർക്കംസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലാണ് ആ സർക്കിൾ ഉള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ AB-യിൽ R ടച്ച് ചെയ്യുന്നു, BC-യിൽ P ടച്ച് ചെയ്യുന്നു, AC-യിൽ Q ടച്ച് ചെയ്യുന്നു. അതാണ് ഈ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, BC-യിൽ ആദ്യം P, CA-യിൽ Q,
AB-യിൽ 6. അപ്പൊ അതേ രീതിയിൽ വേണം റെപ്രസെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് തെറ്റിപ്പോകും. അപ്പൊ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. BC-ക്ക് കറസ്പോണ്ടിങ് P, AC-ക്ക് കറസ്പോണ്ടിങ് Q, AB-ക്ക് കറസ്പോണ്ടിങ് R. അപ്പൊ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ടില്ല, നിങ്ങളാണ് ഫിഗർ വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ്ലിക്ക് അവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ അതേ രീതിയിൽ വരച്ചില്ലെങ്കിൽ നമ്മളുടെ ആൻസർ തെറ്റാൻ സാധ്യത കൂടുതലാണ്. So it is given that AB is equal to 10 centimeter, AQ equal to 7 centimeter and CQ equal to 5 centimeter. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള ഗിവൺ കണ്ടീഷൻസ് തന്നിട്ടുള്ളത്. 2020-ൽ ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, BC ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, BP-യുടെ കൂടെ CP ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, BC കിട്ടും. പക്ഷെ നമുക്ക് BP-യും CP-യും തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, അതൊക്കെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ AB is equal to എന്താണ്, 10 സെന്റിമീറ്റർ ആണ് അല്ലെ. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, AR പ്ലസ് BR ആണ് ആക്ച്വലി എന്ത് തന്നിട്ടുള്ളത്, 10 സെന്റിമീറ്റർ ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി AR നമുക്ക് തന്നിട്ടുണ്ടോ, ഇല്ല. BR നമുക്ക് തന്നിട്ടുണ്ടോ, അതും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കണം. അതിനാണ് AR is equal to AQ എന്നുള്ളത്. ബിക്കോസ് these are external tangents അല്ലെ. എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. തിയറം എന്ന് വെറുതെ എഴുതിയാൽ പോരാ, യു ഷുഡ് റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി. ഞാൻ ജസ്റ്റ് തിയറം ആണെന്ന് എഴുതുന്നു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതണം. ടാൻജൻസ് drawn from an external point to a circle are equal in length. That is AR is equal to നമുക്ക് എന്താണ് കിട്ടി, 7 സെന്റിമീറ്റർ ആണ് കിട്ടി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ we can write that 7 plus BR is equal to 10 centimeter or BR is equal to 10 minus 7 is equal to 3 centimeter. അപ്പൊ BR എത്രയാണ് കിട്ടി, 3 centimeter ആണ് കിട്ടി. AR എത്രയാണ് കിട്ടി, 7 centimeter and this is also 7 centimeter. ഓക്കെ, നെക്സ്റ്റ് CQ നമുക്ക് എത്രയാന്ന് തന്നിട്ടുണ്ട്, 5 സെന്റിമീറ്റർ ആണ്. ആൻസർ എത്തി കഴിഞ്ഞു അല്ലെ. ചിലവർക്കെങ്കിലും ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് we know BP is equal to BR, also CQ is equal to CP. CQ is equal to CP. ഇതും എന്ത് തന്നെയാണ്, എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം തന്നെയാണ്. ബിക്കോസ് എക്സ്റ്റേണൽ ടാൻജൻസ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. ദാറ്റ് ഈസ് BP is equal to 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതേമാതിരി തന്നെ CP is equal to 5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. Therefore BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, BP plus CP ആണ്. That is 5 plus 3 is equal to 8 സെന്റിമീറ്റർ. ഇത് തന്നെ ചിലപ്പോൾ ഒരു 3 മാർക്കിന് പകരം ഒരു 2 മാർക്കിന്റെ കണ്ടന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ ഒരു MCQ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിപ്പോ നമുക്കിത് 3 മാർക്കിന്റെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എഴുതിയിട്ടുള്ളത്. ഇത് 3 മാർക്കിന്റെ കണ്ടന്റിന് പകരം ചെറിയ ഒരു ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചുരുക്കി വേണമെങ്കിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മളുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 1-2 3 മാർക്ക് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പാറ്റേൺ മാറി വന്നതുണ്ട്. അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും നമ്മൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി ഇതിൽ പുറമെ ഞാൻ ഡിസ്കസ് ചെയ്യാത്തതിൽ പുറമെ ഈ 3 മാർക്ക് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. അതായത് ടെക്സ്റ്റിന് ഏതൊക്കെയാണ് 3 മാർക്കിന് വന്നിട്ടില്ല എന്നുള്ളതും കൂടെ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇപ്പൊ ഒരു 3 മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി 4 മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സർക്കിൾസിന്റെ ചാപ്റ്ററിൽ നമുക്ക് ഇനി ഒന്നും പഠിക്കാനില്ല. ബിക്കോസ് ഇതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഒരു 4 മാർക്കിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ 4 മാർക്ക് ഞാൻ ഇവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. 4 മാർക്കിലും ഇതേമാതിരി എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് അതും നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. ഫുൾ കംപ്ലീറ്റ് സ്റ്റെപ്സ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് 2-3 പാറ്റേൺ വ്യത്യാസമുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.